Hello friends, welcome back to our YouTube channel Stories of and you're watching Stories of. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഒരു സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു നൈറ്റ് റൊട്ടീൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ കഥയിൽ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹിന്ദി കോപ്പി റൈറ്റിംഗ് നാട്ടോ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു സാധനമാണ് ഇങ്ങനെ കോപ്പി റൈറ്റിംഗ് എഴുതാന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഹിന്ദി മാത്രമാണ് എഴുതാനുള്ളത്. അപ്പോൾ ഞാനിത് എപ്പോഴും മറന്നുകൊണ്ടുകൊണ്ട് തന്നെ ഫസ്റ്റ് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ, കാരണം മറന്നു പോകാതിരിക്കാമല്ലോ. അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഇനി തൊണ്ട പൊട്ടിയിട്ട് നന്നായിട്ട് രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് സെറ്റ് ആവുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ വായിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുടുംബ പ്രാർത്ഥനയിലൊന്നും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ കുടുംബ പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കാത്തതിനാൽ ഇങ്ങനെ ആദ്യമേ തന്നെ ഇങ്ങനെ ജസ്റ്റ് പുതിയ നിയമം ബൈബിൾ എടുത്ത് വായിക്കുന്നുണ്ട്, പ്രാർത്ഥനയാണല്ലോ എല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതും കൂടി ഒന്ന് തട്ടി കയറ്റുന്നുണ്ട്. പിന്നെ സോഷ്യലാണ് കേട്ടോ വായിച്ചു പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സോഷ്യലിൽ നിന്ന് വയ്ക്കുമ്പോൾ ഞാനിപ്പോൾ വായിക്കുന്നത്, നോട്ട് എഴുതുന്നത്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ക്ലിപ്പ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഹിന്ദി കോപ്പി റൈറ്റിംഗ് എഴുതാൻ തന്നെ ഇപ്പോൾ എനിക്കൊരു 15-10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ സോഷ്യൽ സയൻസ് വായിക്കാനായാലൊരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ, അതേപോലെ ഞാൻ വായിക്കുന്ന എഴുതുന്നൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോയുടെ ആ ഒരു 2 മിനിറ്റാണുള്ളെങ്കിലും പഠിക്കാൻ വേണ്ടി ഞാനെടുത്ത സമയം എന്ന് വയ്ക്കുമ്പോൾ ഒരു 9-10 വരെ കിട്ടും. പിന്നെ എനിക്കെന്ന് വയ്ക്കുമ്പോൾ സോഷ്യലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ അങ്ങനെ തലയിലൊന്നും കയറത്തില്ല, പ്രത്യേകിച്ച് ഹിസ്റ്ററിയിൽ. അപ്പോൾ ഞാൻ നോട്ടാണ് എപ്പോഴും പഠിക്കാറുള്ളത്, നോട്ട് നോക്കി പഠിക്കും. പിന്നെ ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നോട്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മലയാളം കവിത വായിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈണം കണ്ടുപിടിക്കാൻ വേണ്ടി നല്ല പാടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഈണം കണ്ടുപിടിച്ചിട്ട് തട്ടിക്കൂട്ടി പാടി ഒപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആശയം മനസ്സിൽ പറഞ്ഞു നോക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദിയുടെ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് വായിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. ഇംഗ്ലീഷും അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ വായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ടൈം ടേബിൾ പോലെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കുന്നുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്, ഇപ്പം എനിക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പോൾ ഓരോരോ ദിവസം എന്ത് ചെയ്യണമെന്ന് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ വായിക്കുന്നുണ്ട്. പിന്നെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ മൊബൈലൊന്ന് എടുത്ത് നോക്കി. അപ്പോൾ അത് 8:45 നാളെ സ്കൂളിലെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. 1 മണി വരെ ഇരുന്നിട്ട് പഠിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്, പഠിച്ചതിൽ കുഴപ്പമില്ല, എത്രയോ സമയം വരെ ഇരുന്ന് പഠിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ധർമ്മസങ്കടത്തിലായിട്ട് വാസ്ലീനും ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് അങ്ങ് കിടന്നു.